നെക്സ്റ്റ് നമുക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് അസസ്മെന്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഗ്രേഡിംഗ് സിസ്റ്റം ഓഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഗ്രേഡിംഗ് സിസ്റ്റം? ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് എന്ത് ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ 10th ഒക്കെ മാർക്ക് പറയുമ്പോൾ എന്താ പറയുന്നത്? A+ ഇത്ര, A+ ഇത്ര, A എന്നാ പറയുന്നത്. എന്നാൽ പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്? എത്ര മാർക്ക് ഉണ്ട് അല്ലെ, 600-ൽ 400 ഇത്രയും മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ 515 ഉണ്ട്. മീൻസ് ആ ഒരു രീതിയിലായിരുന്നു പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറി ഇപ്പൊ എന്ത് വന്നു? ഗ്രേഡിംഗ് വന്നു. അതാണ് ഗ്രേഡിംഗ് സിസ്റ്റം. A grading system in education is a system that is used to assess the educational performance of a child, which is entirely based upon points alone. അപ്പം ഇവിടെ എന്താണ് ഒരു കുട്ടിയെ നമ്മൾ അസസ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ എഡ്യൂക്കേഷണൽ എഡ്യൂക്കേഷണൽ പെർഫോമൻസ് അസസ് ചെയ്യുന്നത് പോയിന്റ്സ് ബേസ് ചെയ്തിട്ടാണ്. Okay, so the grading system does not provide any opportunity to make the child think out of box or freely develop the thinking about any linking of an idea or get involved with any of the intellectual speculation. അപ്പൊ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങിനോ അല്ലെങ്കിൽ ഫ്രീലി ഡെവലപ്പ് ചെയ്യാനുള്ളതോ അങ്ങനെയൊന്നും ഒരു എക്സ്പീരിയൻസ് ഗ്രേഡിംഗ് സിസ്റ്റമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അസസ്മെന്റ് എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന അസസ്മെന്റ് ബേസ്ഡ് ഓൺ എന്താണ് കുട്ടിയുടെ ഒരു പോയിന്റ്, എഡ്യൂക്കേഷണൽ പെർഫോമൻസ് ഒരു പോയിന്റ് സിസ്റ്റത്തിലാണ് നമ്മൾ അസസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് വേറെ ഫ്രീലി ഡെവലപ്പ് ചെയ്യാനോ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാനോ സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ദിസ് മെത്തേഡ് ഇസ് വൈഡ്ലി റിഗാർഡഡ് ഇൻ മെനി ഓഫ് ദ സ്കൂൾസ് അക്രോസ് ദ വേൾഡ് ആൻഡ് ഇസ് കെപ്റ്റ് ആസ് എ സ്ട്രോങ് ആൻഡ് വയബിൾ മീഡിയം ടു എഡ്ജ് എ ചൈൽഡ്സ് ഗ്രാസ്പിംഗ് ആൻഡ് റെസിപ്രോക്കേറ്റിംഗ് എബിലിറ്റി. അതെന്താണ്, ഇത് അങ്ങനെ പ്രത്യേകമായിട്ട് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഇത് വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അസസ്മെന്റ് ടെക്നിക്കാണ്. The initial type of appraisal was by the marks, where the marks of all questions were total to get the grand total marks. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയായിരുന്നു? എല്ലാ ക്വസ്റ്റിനും മാർക്ക് ഇടുക, ഈ മാർക്കിന്റെ എല്ലാം ടോട്ടൽ എടുക്കുക, എന്നിട്ട് അതാണ് നമ്മുടെ എന്താ ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രേഡിംഗ് സിസ്റ്റം വരുമ്പോൾ എന്താ ചെയ്യുന്നത്? സ്റ്റുഡൻസ് ആർ പ്ലേസ്ഡ് ഇൻ എബിലിറ്റി ബാൻഡ്സ് ദാറ്റ് റെപ്രസെന്റ് റേഞ്ചസ് ഓഫ് സ്കോർ. അതായത് ഓരോ കുട്ടിക്കും ഓരോ പർട്ടിക്കുലർ മാർക്ക് കൊടുക്കുന്നതിന് പകരം ഒരു റേഞ്ച് ഓഫ് സ്കോറിലാണ് സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു 75 ആൻഡ് എബോവ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ബാൻഡ് ആണ് അല്ലെ. 75+ മാർക്സ് കിട്ടുന്ന, 75 to 100 മാർക്സ് കിട്ടുന്ന ഒരു ബാൻഡിൽ എത്ര കുട്ടികളുണ്ട്? ആ കുട്ടികൾക്കെല്ലാം നമ്മൾ എന്ത് കൊടുക്കുന്നു? A ഗ്രേഡ് കൊടുക്കുന്നു. A ഗ്രേഡിന്റെ മീനിങ് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്നാണ് അതിന്റെ മീനിങ്. സോ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഈച്ച് എബിലിറ്റി ബാൻഡ് മേ ബി ഡെസിഗ്നേറ്റഡ് വിത്ത് എ ലെറ്റർ. അതാണ് പറഞ്ഞത്. 75 എബോവ്ക്ക് ലെറ്റർ ഏതാണ്? A. എന്നാൽ 60 to 74 ലെറ്റർ ഏതാണ്? B. സോ ഈച്ച് ബാൻഡ് മേ ബി ഡെസിഗ്നേറ്റഡ് വിത്ത് എ ലെറ്റർ and this letter, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേഡ് എന്ന് പറയുന്നത്. Okay, so it's a process of classifying students into different categories based on predefined standards and representing each category with a specific letter. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണ്? അപ്പൊ നമുക്ക് പറയാം above 75 വാങ്ങിക്കുന്ന കുട്ടികൾ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉള്ള സ്റ്റുഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആയിരിക്കും. എന്നാൽ 60 to 74 എന്ന് പറയുന്നതോ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാറ്റഗറിയും അതിനൊരു എന്താ പറയുക പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്. അപ്പം ആ മാർക്സ് നമ്മളിവിടെ ഈ കാറ്റഗറിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാർക്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ മാർക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റേഞ്ച് ഓഫ് മാർക്സിനെ നമ്മൾ ഒരു സ്പെസിഫിക് ലെറ്ററുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ വരച്ചു വെച്ചാൽ നമുക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തിലെ ടൈപ്സ് നോക്കിയാൽ എന്തൊക്കെ ടൈപ്സ് ഗ്രേഡിംഗ് ആണുള്ളത്? ഫസ്റ്റ് കാറ്റഗറിയാണ് ഡയറക്റ്റ് ഗ്രേഡിംഗും ഇൻഡയറക്റ്റ് ഗ്രേഡിംഗും. ഇപ്പൊ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ? ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് യൂഷ്വലി നമ്മളിപ്പോ ഒരു പാട്ട് മത്സരത്തിന് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ടാവും? 3-4 കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ടാവും. അപ്പം ആദ്യം പെർഫോം ചെയ്യുന്ന കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒരു B ഗ്രേഡ് കൊടുത്തു. ഓക്കെ, വെരി ഗുഡ് എന്ന് പറഞ്ഞ് ഗ്രേഡ് കൊടുത്തു. അടുത്ത പെർഫോം ചെയ്യുന്ന കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കുട്ടിക്ക് എന്ത് കൊടുത്തു? A ഗ്രേഡ് കൊടുത്തു. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആ കാണുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ആ എന്താ പറയാ വാല്യൂ കിട്ടുന്നതനുസരിച്ച്, വാല്യൂ എന്ന് പറഞ്ഞാൽ അവർ പാടുന്നതാണ് ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പം ആ ഇവാലുവേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്ട്ലി അവർക്ക് ഗ്രേഡ് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഗ്രേഡ് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗ്രേഡിംഗ് ബോത്ത് കോഗ്നിറ്റീവ് ആൻഡ് നോൺ കോഗ്നിറ്റീവ് ലേണിംഗ് ഔട്ട്കംസ്.
both normally used, but normally used when the number of questions or testing situations are few and the number of examinees are also few. അപ്പം സാധാരണ ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം നമുക്ക് എവിടെ യൂസ് ചെയ്യാം? രണ്ടിലും യൂസ് ചെയ്യാം. അതായത് ഒരു എന്താ പറയാ, ഒരു റേഞ്ച് ഓഫ് മാർക്സ് അല്ലെങ്കിൽ ഒരു ബാൻഡ് ഓഫ് മാർക്സ് ഉണ്ടാക്കാതെ നമ്മൾ ഡയറക്ട്ലി കുട്ടികളെ ഗ്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പം ആ ഒരു സിസ്റ്റം നമ്മൾ യൂഷ്വലി എവിടെയാണ് എടുക്കാറുള്ളത്? നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എവിടെയാ? നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഒന്നുകിൽ രണ്ടിലും യൂസ് ചെയ്യാം അല്ലെ, നമുക്ക് എക്സാംസിൽ യൂസ് ചെയ്യാം, അല്ല കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യാം. പക്ഷെ നമ്പർ ഓഫ് കുട്ടികൾ കുറവാണ്, അല്ലെങ്കിൽ ആ പെർഫോമൻസ് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ കുറവാണ്, അങ്ങനെയുള്ള കേസസിലൊക്കെ ആയിരിക്കും യൂഷ്വലി ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇതിന്റെ ഒരു ഇറ്റ് മിനിമൈസസ് ദ ഇന്റർ എക്സാമിനർ വേരിയബിലിറ്റി. അതായത് ഗ്രേഡാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അപ്പം ഗ്രേഡ് മാർക്ക് കൊടുക്കുമ്പോൾ എന്താണ്, എല്ലാവരും ഒരേ മാർക്സ് ഇടണമെന്നില്ല. എന്നാൽ ഗ്രേഡ് ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്പാരിറ്റ് ചെയ്ത് നമ്മൾ ഇടുമ്പം എല്ലാവരും ഒരേ കുട്ടിക്ക് തന്നെ എ ഗ്രേഡ് കൊടുത്തു എന്ന് വരാം. ഓക്കെ, സോ ആ ഒരു വ്യത്യാസം അവിടെ എന്ത് ചെയ്യാം, നമുക്ക് മിനിമൈസ് ചെയ്യാം. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് ഈസിയർ ടു യൂസ് വെൻ കമ്പയർഡ് വിത്ത് അതർ മെത്തേഡ്സ് ഓഫ് ഗ്രേഡിംഗ്. അപ്പൊ 2-3 മെത്തേഡ് ചേർന്ന് വരുമ്പോൾ ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്താണ്, ഇറ്റ് ലാക്സ് ഒബ്ജക്ടിവിറ്റി ആൻഡ് പ്രിസിഷൻ ആൻഡ് ഓൾസോ ഡയഗ്നോസ്റ്റിക് വാല്യൂ. അപ്പൊ നമ്മൾ ഗ്രേഡ് കൊടുക്കുമ്പോൾ ആ ഗ്രേഡ് എന്താണ്, നമ്മളുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമ്മളുമായിട്ട് സബ്ജക്റ്റീവ് ആണ് ആ ഗ്രേഡ്. പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് പിന്നെ വേറെ ഒന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല, അനലൈസ് ചെയ്ത് കിട്ടുന്നില്ല. സോ ഡയഗ്നോസ്റ്റിക് വാല്യൂ ഈ ഗ്രേഡിന് കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് ഇൻഡയറക്ട് ഗ്രേഡിംഗ്. ഇൻഡയറക്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, when we assess students performance in a test in quantitative terms and then convert it into letter grades by using different modes. അതായത് നമ്മൾ ആദ്യം അവരെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് തന്നെയാണ് അസസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഗ്രേഡ് ബാൻഡിൽ വന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രേഡ് അസൈൻ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാം നടത്തിയെന്ന് വെച്ചോ, ഈ എക്സാം നടത്തുമ്പോൾ ഞാൻ ഓരോ കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കുട്ടികൾക്കും മാർക്ക് ഇടുന്നുണ്ട്. ഈ മാർക്ക് ഇട്ടതിന് ശേഷമാണ് ഞാൻ എന്ത് പറയുന്നത്, 75 എബവ് കിട്ടിയ കുട്ടികളെല്ലാം എ ഗ്രേഡ്. അപ്പം രണ്ടാമതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അവിടെ ഗ്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പറയുന്നത് എന്ത്, ഇൻഡയറക്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി നമ്മളൊക്കെ ക്ലാസ്സിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒത്തിരി കൂടുതൽ വരുമ്പോഴും, പിന്നെ എന്താണ്, ഒത്തിരി ലേണിംഗ് ഔട്ട്കംസ് നമുക്ക് അസസ് ചെയ്യേണ്ടി വരുമ്പോഴും, അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡയറക്ട് ഗ്രേഡിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഇൻഡയറക്ട് ഗ്രേഡിംഗിൽ എന്താണ്, ആദ്യം നമ്മൾ ആ കുട്ടികൾക്ക് മാർക്ക് ഇടുന്നുണ്ടാവും. മാർക്ക് ഇട്ടിട്ട് നമ്മൾ ആ മാർക്ക് ബാൻഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ മാർക്ക് ബാൻഡുകളിലേക്ക് ഈ കുട്ടികൾക്ക് ആക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സോ അതിനാണ് ഇൻഡയറക്ട് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ആണ് ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ when grades are assigned based on predefined standards and each grade is associated with a fixed performance regardless of distribution of grades ultimately assigned in the class, it is known as absolute grading. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഗ്രേഡ് അസൈൻ ചെയ്യാണ് അല്ലേ. പക്ഷേ ഗ്രേഡ് അസൈൻ ചെയ്യുന്നത് ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഈ പറയുമ്പോൾ 100ൽ ഒരു പരീക്ഷ ഇട്ടാൽ എബവ് 75 ആളുടെ കുട്ടികൾക്കെല്ലാം എ ഗ്രേഡ് ആണ്. 60 to 75 കുട്ടികൾക്കെല്ലാം ബി ഗ്രേഡ് ആണ്. അപ്പം എന്താണ് നമ്മൾ പറയുന്നത്, വളരെ കൃത്യമായിട്ട് 100ലാണ് മാർക്ക്, എബവ് 75 വന്നാൽ ഇത്ര. അപ്പൊ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബാക്കി കുട്ടികൾക്ക് കിട്ടിയ മാർക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർക്കംസ്റ്റാൻസസോ ഒന്നും അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഇവിടെ നോക്കേണ്ടത്, ഇപ്പൊ ഇവിടെ നോക്കിക്കേ, എബവ് 75, പിന്നെ 60 to 75, 45 to 60, 33 to 45 ആൻഡ് ബിലോ 33. അതാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഗ്രേഡിംഗ് സിസ്റ്റം. എന്നാൽ ലെഫ്റ്റ് സൈഡിലെ 9 കാറ്റഗറി അല്ലെങ്കിൽ 9 പോയിന്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര പോയിന്റ്സ് ഉണ്ട്, 90 to 100, 80 to 90, 70 to 80, 60 to 70, അങ്ങനെ പറഞ്ഞ് 9. അതായത് എത്രയായിട്ട് നമുക്കിപ്പോ ഫുൾ ആയിട്ട് 100 മാർക്സിലാണെങ്കിൽ ഈ 100നെ നമ്മൾ എത്ര ഡിവിഷൻസ് ആയിട്ട് മുറിക്കുന്നോ അതനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ഇപ്പൊ 5 ഡിവിഷൻ ആയിട്ടാണ് മുറിക്കുന്നതെങ്കിൽ അതിനെ 5 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയും. എന്നാൽ ഇപ്പുറത്തെ സൈഡില് 9 ആയിട്ടാണ് മുറിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ 9 ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, 9 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം അതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത എന്താണ്, ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്താണെന്നുള്ളതാണ്. അതാവുമ്പോ എന്താണ്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫിക്സ്ഡ് സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്ത് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നതാണ് എന്ത്, ആബ്സല്യൂട്ട് ഗ്രേഡിംഗ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതാണ്. ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് cannot be used to know the comparative performance of a student in different subject. അപ്പൊ ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പാരറ്റീവ് പെർഫോമൻസ് ഒന്നും കൊണ്ടുവരാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം സ്റ്റുഡൻസിനെ അവിടെ കമ്പയർ ചെയ്യുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ, ആകെ 100ൽ ഈ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ സ്റ്റുഡൻസ് തമ്മിൽ ഈ കുട്ടിയാണ് ഫസ്റ്റ് അല്ലെങ്കിൽ ഈ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക്, ഈ കുട്ടി
ആണ് ബെസ്റ്റ് എന്ന് പറയാൻ നമുക്ക് അബ്സല്യൂട്ട് ഗ്രേഡിങ്ങിലൂടെ പറ്റില്ല. പിന്നെ എന്താണ്, ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഫേസ് വാല്യൂ ഓർ മെഷേർഡ് സ്കോർസ് ആൻഡ് ദെയർഫോർ ഇഗ്നോർസ് ദ എറർ ഓഫ് മെഷർമെന്റ്. അപ്പം നേരിട്ട് കിട്ടുന്ന മാർക്ക് എന്നുള്ളത്, അപ്പൊ ഈ മാർക്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്ടിഫൈ ചെയ്യാൻ ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ കഴിയില്ല. പിന്നെ എന്താണ്, കട്ട് ഓഫ്സ് ടു ഡിഫൈൻ സ്റ്റാൻഡേർഡ്സ് ഫോർ മേക്കിംഗ് കാറ്റഗറീസ് ആർ ആർബിട്രറിലി ഡിസൈഡഡ്, therefore they do not have any scientific basis. അതായത് നമ്മൾ ഈ കട്ട് ഓഫ് അല്ലെങ്കിൽ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തത് അതൊക്കെ എന്താണ്, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു സയന്റിഫിക് ക്ലാരിറ്റി ഒന്നും ഈ ഒരു കാര്യത്തിന് ഇല്ല. ഓക്കെ, സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ്. ഇനി ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മാർക്ക് ടു മാർക്കിന് നമ്മൾ ഗ്രേഡ് കൊടുത്തു. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ്, വേറെ കമ്പാരിസൺ ഒന്നുമില്ല. നമ്മൾ ഇട്ട മാർക്കും ആ മാർക്കിനെ നമ്മൾ നേരത്തെ, അതായത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഗ്രേഡ് കൊടുക്കുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞത്. എന്നാൽ സെക്കൻഡ് ടൈപ്പിൽ എന്താണുള്ളത്, ഒരു റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ആരെയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്, ആ ക്ലാസ്സിലെ തന്നെ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാണ്. അതായത് ഒരു ആബ്സല്യൂട്ട് സിസ്റ്റം അല്ല. നമുക്കിപ്പം ആ ക്ലാസ്സിൽ 97 ഒരു കുട്ടിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, എ ഗ്രേഡ് അല്ലെങ്കിൽ A+ കൊടുക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന 10% കുട്ടികൾക്ക് നമ്മൾ എന്ത് ഗ്രേഡ് കൊടുക്കും, എ ഗ്രേഡ് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന 20% കുട്ടികൾക്ക് നമ്മൾ അടുത്ത ഗ്രേഡ് കൊടുക്കും. അപ്പം അതെന്താണ്, ആദ്യം വരുന്ന കുട്ടിക്ക് നമ്മൾ എന്താണ്, A+ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ 90 എബോവ് ഉള്ള കുട്ടിക്ക് A+ കൊടുക്കുക എന്നല്ല ഇവിടെ പറയുന്നത്. ആദ്യം ഫസ്റ്റ് വരുന്ന കുട്ടി ഏതാണോ, ആദ്യം വരുന്ന 10 കുട്ടികൾക്ക് നമ്മൾ എ ഗ്രേഡ് കൊടുത്തു. ഓക്കെ, സോ അവിടെ ആര് വിത്ത് റെസ്പെക്ട് ആണ് നോക്കുന്നത്, കുട്ടികൾ വിത്ത് റെസ്പെക്ട് ആണ് അവിടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രൈറ്റീരിയ എന്നുള്ളതിനുപരി ആ ഒരു ഗ്രൂപ്പിലെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, കമ്പാരിറ്റീവ് ആയിട്ട് അവിടെ ഗ്രേഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കിയാൽ എന്തൊക്കെയാണ്. റിലേറ്റീവ് ഗ്രേഡിംഗ് ഒന്ന് റിലേറ്റീവ് പൊസിഷൻ തരും അല്ലെ, നമുക്കൊരു കമ്പാരിറ്റീവ് ജഡ്ജ്മെന്റ് അവിടെ തരുന്നുണ്ട്. പിന്നെ എന്താണ്, ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് ദ ടെസ്റ്റ് ഡസ് നോട്ട് എഫക്ട് ദിസ് ടൈപ്പ് ഓഫ് ഗ്രേഡിംഗ്. അതായത് നമുക്കിപ്പോ ഇച്ചിരി ടഫായിട്ട് ക്വസ്റ്റൻ ഇട്ടു എന്ന് വെച്ചോ, അറിയാതെ ടഫായി പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പം ആബ്സല്യൂട്ട് ഗ്രേഡിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എബോവ് 75 ആർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ റിലേറ്റീവ് ഗ്രേഡിംഗ് ആണെങ്കിൽ എന്താണ്, നമ്മൾ എടുക്കുന്ന എന്താണ്, ആദ്യത്തെ 10% എടുക്കുന്നത്. അപ്പം ഒരു 3-4 കുട്ടികൾക്ക് ഒരു 70 to 75 കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ഗ്രേഡ് കിട്ടും, ബെസ്റ്റ് ഗ്രേഡ് കിട്ടും അല്ലെ, A+ എന്നുള്ള ഗ്രേഡ് അവർക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജും റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്. പിന്നെ എന്താണ്, ഇതൊരു നോർമൽ കർവിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ എന്താണ്, റോ സ്കോറിനുള്ള എംഫസിസ് ഇതിൽ മിനിമൈസ്ഡ് ആണ്. അതായത് ഡയറക്റ്റ് കിട്ടുന്ന സ്കോറിലല്ല, നമ്മൾ ക്ലാസ്സിൽ എത്രാമതായിട്ട് നിൽക്കുന്നു എന്നുള്ളതിനാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഇഫ് ദ ഗ്രൂപ്പ് ഇസ് സ്മോൾ ദ അസംപ്ഷൻ അബൌട്ട് നോർമാലിറ്റി ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അച്ചീവ്മെന്റ് ഈസ് ആൻ അൺറിയലിസ്റ്റിക് അസംപ്ഷൻ. അപ്പൊ ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ഗ്രൂപ്പ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. ചെറിയ ഗ്രൂപ്പ്സ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു നോർമൽസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന ആ ഗ്രേഡ്സിന്റെ അസംപ്ഷൻ എല്ലാം എന്താവാൻ ചാൻസ് ഉണ്ട്, തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു സ്റ്റുഡന്റിന്റെ ആബ്സല്യൂട്ട് അച്ചീവ്മെന്റ് എന്താണ്, വാട്ട് ഇസ് ഹിസ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ് എന്നുള്ളത് ഇവിടെ അറിയുന്നില്ല. നമ്മൾ എന്താ ഇപ്പോൾ അറിയുന്നത്, റിലേറ്റീവ് ആയിട്ട് ആ ബാക്കിയുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ പൊസിഷൻ എന്താണെന്ന് അറിയുന്നത്. അല്ലാതെ ഈ കുട്ടിയുടെ നോളജ് ലെവൽ എന്താണ് എക്സാക്ട്ലി ഈ ഒരു റിലേറ്റീവ് ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. സോ ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇനി ഈ ഗ്രേഡിംഗ് ഓൺ എ കർവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഗ്രേഡ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിൽ വരുന്നതാണ് ഇത്, ഒരു നോർമൽ കർവ്. ഈ കാണിച്ചിരിക്കുന്ന കർവിനെയാണ് നോർമൽ കർവ് എന്ന് പറയുന്നത്. അതായത് ഒരു മല പോലെ അല്ലെ. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ സെന്റർ M എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഇത് രണ്ട് സൈഡിലേക്കും സിമെട്രിക്കൽ ആണ്. ഓക്കെ, സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഓൾമോസ്റ്റ് സെയിം ആ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെന്റർ പോയിന്റ് വെച്ചിട്ട് നമുക്ക് ഈസിലി ഈ ഗ്രേഡിനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. സോ ഇങ്ങനെ നമുക്കൊരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിംഗ് ഓൺ ദ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഇന്റർവെൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ 7 പാർട്സ് ആയിട്ടോ 5 പാർട്സ് ആയിട്ടോ 9 പാർട്സ് ആയിട്ടോ ഒക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. Okay, so this is about grading.